സഖാവ് പിണറായിയുടെ വീടും അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന മറ്റു വീടുകളും റെയ്ഡ് ചെയ്യുന്നത്, പരിശോധന നടത്തുന്നത് അതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. സഖാവ് പിണറായി വിജയനെ തകർക്കുന്നതിന് വേണ്ടി നിരന്തരമായ വേട്ടയാടലുകൾ കേരളത്തിൽ തുടർന്നിട്ടുണ്ട്. അതിനെ അതിജീവിച്ച് തന്നെയാണ് സഖാവ് പിണറായിയും പാർട്ടിയും മുന്നോട്ട് പോയത്. ഈ പിണറായിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വത്തിനെതിരായ ആക്രമണം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതാ നിലയിൽ തന്നെ പരിഗണിച്ച് ഇതിനെ ജനങ്ങളെ അണിനിരത്തി നേരിടുക എന്ന നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. കോടതി അവസാനിപ്പിച്ച ഒരു കേസ് ഇപ്പോൾ ഈ രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമായി BJPയും UDFും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വീണ്ടും പൊടിതട്ടി എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിൻ്റെ പിറകിലുള്ള ഗൂഢനീക്കത്തെ അംഗീകരിക്കാനോ അതിന് കീഴ്പ്പെട്ടു പോകാനോ കേരളത്തിന് കഴിയുന്നതല്ല. ചില സ്ഥലങ്ങളിൽ അവർ റെയ്ഡ് അവസാനിക്കാറായി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരം റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത്തരം ഹീനമായ കടന്നാക്രമണങ്ങൾക്ക് കീഴ്പ്പെട്ടു പോവുക എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPIഎമ്മോ സ്വീകരിക്കുന്നില്ല. അപ്പം ഈ നിലപാട് ജനങ്ങളെ അണിനിരത്തി ചെറുക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ റെയ്ഡിനെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലുടനീളം ശക്തിപ്പെടുകയാണ്. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഈ പ്രതിഷേധം കുറച്ചുകൂടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാളെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പെരുന്നാളുമായി ബന്ധപ്പെട്ട ചില അസൗകര്യം ഉണ്ടെങ്കിൽ അവിടെ മാത്രം അത്തരം കേന്ദ്രങ്ങളിൽ മാറ്റിവെച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. ജനങ്ങൾ ഈ ഹീനമായ നീക്കത്തെ ചെറുത്തു നിൽക്കണം, ജനങ്ങൾ പ്രതിഷേധിക്കണം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭ്യർത്ഥിക്കാൻ. ഹൈക്കോടതി അതെ, ഞാനതാണ് പറഞ്ഞത്. കോടതി അവസാനിപ്പിച്ചിട്ടുള്ള നടപടിയാണ്. അത്തരമൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഈ ഇതുപോലുള്ള ഒരു നീക്കം നടത്തുന്നത് അതിനുശേഷമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം രാഷ്ട്രീയമായ വിരോധം വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ നീക്കത്തിൻ്റെ ഭാഗമാണിത്. CPMനെ തകർക്കലാണ് ഇതിനകത്തുള്ള ലക്ഷ്യം. അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇല്ലാതാക്കുന്നതിനും ഇവരുടെ UDF BJP സഖ്യത്തിൻ്റെ ഇവർ തമ്മിലുള്ള പരസ്പര ധാരണയുടെ ഒരു കേന്ദ്രീകരണമായി ഇത് മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. ആ നീക്കത്തെയാണ് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്. പ്രതികാര നടപടി തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത്. അത് ശരിയല്ല. അതൊരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്ന രീതിയല്ല. അതാ നിലയിൽ തന്നെ എതിർത്ത് ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുക, ജനങ്ങളെ അണിനിരത്തി ഈ തെറ്റിനെതിരായി പോരാടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്.